ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലേശം താമസിച്ചു. എന്നുവെച്ചാൽ രാവിലെ ആർക്കും ട്യൂഷനും ക്ലാസ്സും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ലേശം താമസിച്ചൊക്കെ എഴുന്നേറ്റ്. എഴുന്നേറ്റ് വന്നപാടെ മുറ്റത്തോട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മഴ നടക്കുന്നു. പിന്നെ കുറച്ച് നേരം മഴയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നതിന് ശേഷം അടുക്കളയിലോട്ട് കയറി ഒന്ന് ചായ തിളപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പാലൊക്കെ അടുപ്പിൽ വെച്ചു. അങ്ങനെ ചായയല്ല ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ച്. അപ്പം എന്ത് പുട്ടുണ്ടാക്കണോ ഇടിയപ്പം ഉണ്ടാക്കണോ എന്നൊരു കൺഫ്യൂഷൻ വന്നു. എന്ന് വിചാരിച്ചു നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. ധൃതി പിടിച്ച് ഒരു സാവകാശം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞാൻ ചായയൊക്കെ തിളപ്പിച്ചൂറ്റിയതിന് ശേഷം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാനൊക്കെ വെച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ ചായയാണെങ്കിൽ ചൂടോടെ ഇട്ട ഉടനെ ചൂടോടെ ഒരു ഗ്ലാസ് കുടിക്കണം. ഞാൻ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പിന്നെ തയ്യാറായി. അങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ നാൾക്ക് മുമ്പ് വരെ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ദേഷ്യമായിരുന്നു. അതിങ്ങനെ മാവ് കുഴയ്ക്കുക, ചുറ്റിക്കുക, ചുറ്റി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മാവിങ്ങനെ പൊട്ടി പോവും. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടവും വരും. ഇപ്പം കുറച്ച് ദിവസം ചെയ്ത് ശീലിച്ചപ്പം പെട്ടെന്ന് ചുറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ ഇടിയപ്പമൊക്കെ ആക്കി. ഇടിയപ്പത്തിന് കറി ഇന്നലത്തെ മുട്ടക്കറിയുടെ ഗ്രേവി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടയും കൂടെ പുഴുങ്ങി ഇട്ടാൽ മതിയല്ലോ അതിനകത്ത്. അങ്ങനെ കറിയുണ്ട്. പിന്നെ കറി വേണ്ടാത്തവർക്ക് റോബസ്റ്റ പഴമുണ്ട്. അപ്പോൾ റോബസ്റ്റ പഴം കൂട്ടി കഴിക്കാം. ഏത് വേണമെങ്കിലും എടുക്കാമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയൊക്കെ അങ്ങ് അടുപ്പയിലിട്ട്. അപ്പോഴത്തേക്ക് പുറത്ത് മഴയൊക്കെ തോന്നായിരുന്നു. പിന്നെ മറ്റുള്ളവർക്ക് കഴിക്കാനെല്ലാം കൊടുത്തതിന് ശേഷം അങ്ങനെ ഇരുന്നപ്പോൾ മീൻ വന്ന് ചെന്ന് നോക്കിയപ്പോൾ മത്തി ചൂരയായിരുന്നു. അപ്പോൾ ഞാൻ മത്തിയെ വാങ്ങിച്ചുള്ളൂ. പിന്നെ വേഗം തന്നെ അത് എല്ലാം വെട്ടിയെടുത്തു. അപ്പം ഞാനിന്ന് വിചാരിച്ചേ മത്തി മുളകിട്ട് വെക്കാം. അപ്പം ഞാനിന്ന് ഈ നമ്മളെ മുളക് പൊടിയൊക്കെ എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചിട്ടാണ് ഇടുന്നത്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, എല്ലാ വെളുത്തുള്ളി എല്ലാം കൂടെ ചട്ടിക്കകത്തോട്ട് ലേശം എണ്ണ ഒഴിച്ച്, ഒരു തുള്ളി എണ്ണ മതി, എണ്ണ ഒഴിച്ചിട്ട് ഇത് കൈ കൊണ്ട് നല്ലോണം ഞവടി എടുത്തതിന് ശേഷം അതിനകത്തോട്ട് പുളിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, പൊടിവർഗ്ഗങ്ങളും എല്ലാം ഇട്ട് വീണ്ടും കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് ഗ്രേവി വേണ്ട, ചെറിയൊരു മുളക് വറ്റിച്ച് അതുപോലെ എടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ വൃത്തിയാക്കി വെച്ചിരുന്ന മത്തിയും കൂടി ഇട്ട് ഇങ്ങനെ ഒരുമാതിരി തല്ലിപ്പത്തി വെക്കത്തില്ല, ഒരുപാട് ഗ്രേവി ഇല്ലാണ്ട്. അങ്ങനെ ഞാൻ മത്തിയെല്ലാം ഇങ്ങനെ റെഡിയാക്കിയിട്ട് അടുപ്പിലിട്ട് വെച്ചു. പക്ഷേ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് പരിഞ്ഞിലേ ഉള്ളായിരുന്നു. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് കിടക്കട്ടെ എന്ന് വെച്ചാൽ അതും കൂടെ അങ്ങ് വാരിയിട്ട്. അല്ല പ്രത്യേകിച്ച് വറക്കാനായിട്ടോ അങ്ങനെ ഉള്ള അത്രയ്ക്ക് പരിഞ്ഞില ഇല്ലായിരുന്നു. പിന്നെ ഞാൻ മത്തി ചട്ടിയെല്ലാം അടുപ്പയിലിട്ട്. പിന്നെ ഇത്രയും ചെയ്തതിന് ശേഷമാണ് അടുപ്പയിലിട്ട് ചട്ടി വെക്കുന്നത്. നല്ല ചട്ടിയെല്ലാം വെച്ചു. അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് തീ ഇട്ടിട്ട്, കാരണം പെട്ടെന്ന് ചിലപ്പോൾ ഇത് വെള്ളം കുറവായിട്ട് അടിക്ക് പിടിക്കുമല്ലോ. ഇത് കുറഞ്ഞ തീ കിടന്നാൽ ഈ ഇങ്ങനെ വറ്റിയ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരും. പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ കപ്പ മേടിക്കാൻ വിട്ട് കപ്പ കിട്ടിയില്ലായിരുന്നു. പോട്ടെ. പിന്നെ എനിക്ക് കുറച്ച് തിരക്കായിരുന്നു. വേറൊരു കറി അങ്ങനെ ഉണ്ടാക്കിയില്ല, തൈര് മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് ഹരിപ്പാട്ട് വരെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും ചോറ് കൊടുത്തു. തൈരും മത്തിക്കറിയും ആയിരുന്നു. വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല, സമയമില്ലായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഹരിപ്പാട്ടൊക്കെ പോയി ചോറൊക്കെ കഴിച്ചിട്ട് ഹരിപ്പാട്ടൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച് ധൃതി വെച്ചങ്ങ് പോയി. പിന്നെ ഹരിപ്പാട്ടൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് എനിക്ക് ഇന്ന് ഒരു സർപ്പപ്പാട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തെ, അമ്മയുടെ കുടുംബത്ത്. അപ്പോൾ സർപ്പപ്പാട്ടുണ്ട്. അപ്പോൾ അതിന് ഗണപതി ഉരുക്ക് വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ചിങ്ങവലത്ത് തന്നെ ഒരു കടയാണ്. അവിടെ കയറി ഗണപതി ഉരുക്കൊക്കെ വാങ്ങിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് പെരക്കയെല്ലാം തൂത്ത്. അപ്പം നല്ല മഴ നടക്കുന്നുണ്ട് പുറത്ത്. അതെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം വീട്ടിലൊരുക്കി വെച്ചിട്ട് നേരെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടും. അവിടെയാണ് സർപ്പപ്പാട്ട് നടക്കുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തിയുടെ മോനാണ് ഈ വരുന്നത്. എന്താ സംഭവം കാണിക്കുന്നത് അറിയാമോ? അവൻ്റെ കയ്യേല ഇന്ന് പോളിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് വിടുമല്ലോ, അതിനെ കാണിക്കുക, ഞാൻ നോട്ട് ചെയ്തെന്ന് പറഞ്ഞ് കാണിക്കുക വന്നു. പിന്നെ അങ്ങനെ അനിയനെ എഴുത്തിയും കൊണ്ടാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. പിന്നെ വന്നിട്ട് കുഞ്ഞിന് നല്ല പനിയാണ്. അപ്പോൾ ഇച്ചിരി എന്തെങ്കിലും ആഹാരം കൊടുക്കാനാണ് ഞങ്ങളെല്ലാം പാടുവിട്ട് കുറേ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വൈകുന്നേരം സന്ധ്യ വരുവായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു പാലിച്ചവിടെന്ന് പറയുന്നത്, കുഞ്ഞമ്മയുടെ വീട്ടിലെ. അവിടെ ഇങ്ങനെ വർഷം ഇങ്ങനെ മാസത്തിലിങ്ങനെ സർപ്പപ്പാട്ട്, പുള്ളുവൻ പാട്ടെന്നൊക്കെ പറയത്തില്ലേ, സർപ്പപ്പാട്ടുണ്ട്. അപ്പോൾ ഈ പാലിച്ചോട്ട് വെച്ചാണ് നമ്മൾ പാടിക്കുന്നത്. അപ്പോൾ ഇന്നും മഴയായതുകൊണ്ട് നമ്മൾ സിറ്റൗട്ടിൽ വെച്ച് പാടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ അടുത്താണ് ഈ ചേട്ടൻ്റെ വീട്, രമേശൻ എന്ന് പറയുന്ന ചേട്ടനാണ്. അങ്ങനെ ചേട്ടൻ വന്ന് വിളക്കെല്ലാം കത്തിച്ച് ഗണപതി ഉരുക്കൊക്കെ വെച്ച് അങ്ങനെ സർപ്പപ്പാട്ട് സന്ധ്യയായപ്പോഴത്തേക്ക് 6 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്ക് സർപ്പപ്പാട്ട് തുടങ്ങി.
അയമ്പേരി മുഴുത്തുകിലേ നിമിഷമുരേകര സംബുക്കമ്മയുടെ കഥ കോലാഹലമോണരുളി യദസ്സിലേ മമ ഭയമുണ്ടായി. അങ്ങനെ സർപ്പപ്പാട്ടെല്ലാം കഴിഞ്ഞ് കർപ്പൂരമൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ പ്രദക്ഷിണ വെച്ച് പ്രാർത്ഥിച്ച്. അപ്പോൾ അത് ഞങ്ങൾ എല്ലാ മലയാള മാസവും രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇവിടെ സർപ്പപ്പാട്ട് ഞങ്ങൾ നടത്താറുള്ളത്. അപ്പോൾ ഒരേ മാസം ഓരോരുത്തരുടെ കണക്കായിട്ട് നമ്മൾ നടത്തും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആ ചേട്ടൻ പോയതിന് ശേഷം ഞങ്ങൾ കുഞ്ഞമ്മയും മാമിയും അനിയത്തി കുഞ്ഞമ്മയുടെ മോളും രഞ്ജു മോളും എല്ലാം കൂടെ ഞങ്ങളിരുന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഞാൻ ആ സമയം ഗണപതിരിക്കകത്തെ ആ ഒരു അവലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് അതെല്ലാം കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.